വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്കാണ്. SN ട്രസ്റ്റ്, SNDP യോഗം സ്കൂൾസ്, കേരള എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ, സമസ്ത EK, AP വിഭാഗം, NSS സ്കൂൾസ് തുടങ്ങിയ കേരളത്തിലെ എല്ലാ എയ്ഡഡ് മാനേജ്മെൻറ്റിനെയും പ്രതികരിക്കുന്ന ആൾക്കാർ പങ്കെടുത്തിരുന്നു. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടു. അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് വിശദീകരിച്ചു. അതിനുശേഷം എല്ലാവരും അഭിപ്രായം പറഞ്ഞു. മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു അവർ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ചർച്ചയിലൂടെ ചില ആൾക്കാർ ഇത് ഉച്ചയ്ക്ക് ആക്കിയാൽ പോരെ, ഈ അരമണിക്കൂർ വൈകുന്നേരം ആയാൽ എന്താ എന്നെല്ലാം പറഞ്ഞുള്ള ഒരു ചില അഭിപ്രായ പ്രകടനങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെല്ലാം നടത്തിയിരുന്നു. അതിൻ്റെ പ്രയാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് സൂചിപ്പിക്കുകയുണ്ടായി. പ്രയാസങ്ങളെന്ന് പറഞ്ഞാൽ 2025 മെയ് 31 സർക്കാർ ഉത്തരവാണ് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അതിൽ പറയുന്നത് ക്ലാസ് 1 മുതൽ ക്ലാസ് 4 വരെ 198 പ്രവൃത്തി ദിവസങ്ങളുണ്ടാവണത്. ക്ലാസ് 5 മുതൽ 7 വരെ 200 പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ക്ലാസ് 8 മുതൽ 10 വരെ 204 പ്രവൃത്തി ദിനങ്ങളായി കൊണ്ടുമാണ് ഈ മെയ് മാസം 31 ഉത്തരവ് ഇറങ്ങുന്നത്. അതിൽ LP വിഭാഗം സ്കൂളുകൾക്ക് അധിക പ്രവൃത്തി ദിവസം ഇല്ല. UP വിഭാഗം സ്കൂളുകളിൽ ആഴ്ചയിൽ 6 പ്രവൃത്തി ദിനം വരാത്ത രീതിയിൽ 2 ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ഹൈസ്കൂൾ വിഭാഗം സ്കൂളുകൾക്ക് 6 ശനിയാഴ്ചകൾ ജൂലൈ ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് ഹൈസ്കൂളിൽ 198 സാധ്യമായ ദിവസങ്ങളും 6 ശനിയാഴ്ചയും ചേർന്ന് 204 പ്രവൃത്തി ദിവസം, 38 വെള്ളിയാഴ്ച ഒഴിവാക്കി. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് രാവിലെ 15 മിനിറ്റും ഉച്ച കഴിഞ്ഞ് 15 മിനിറ്റും അധിക പ്രവൃത്തി സമയം ഉൾപ്പെടുത്തി പീരീഡുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് 10 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് 9:45 തുടങ്ങണം. അടുത്ത ഒരു പീരീഡിലേക്ക് 10:30 ആകുമ്പോൾ ഒരു പീരീഡ് കഴിയും. അപ്പം 45 മിനിറ്റ് ആവും. ഒരു കുട്ടിക്ക് 10 മിനിറ്റായിരിക്കും. പിന്നെ 10 മിനിറ്റ് രാവിലെ ഇൻ്റർവെല് കിട്ടും, 5 മിനിറ്റ് ഉച്ചയ്ക്ക് ശേഷം അവന് ഇൻ്റർവെല് കിട്ടും. ഉച്ചയ്ക്ക് ഇടവേളയ്ക്ക് 1 മണിക്കൂർ കിട്ടും. അപ്പോൾ ഇത് ആകെ രാവിലെ മാത്രമാണ് ഈ 15 മിനിറ്റിൻ്റെ പ്രശ്നം ബാധിക്കുന്നത്. വേറെ ഒരു ബാധിക്കുന്ന പ്രശ്നമില്ല. 10 മണിക്ക് തുടങ്ങുന്നത് 9:45 ആരംഭിക്കുന്നു. ഇത് കൂടാതെ ഈ കേസിന് ആസ്പദമായ കാര്യമെന്ന് പറയുന്നത് വിട്ടൂർ എബനൈസർ HS PTAയും മാനേജറും കൂടി ഫയൽ ചെയ്ത റിട്ട് ഹർജിയാണ്. ആ റിട്ട് ഹർജിയിൽ ഉത്തരവ് പ്രകാരം അധ്യയന വർഷം 220 പ്രവൃത്തി ദിനം വേണമെന്ന് ഹർജിക്കാരൻ്റെ ആവശ്യത്തിന്മേൽ ചട്ടപ്രകാരം തീരുമാനിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് കോടതി പറഞ്ഞു. അപ്പോൾ ചട്ടപ്രകാരം 220 അല്ലേ, 20 പ്രവൃത്തി ദിനം പിന്നെ അത് ചട്ടപ്രകാരം തീരുമാനിക്കാനാണ് കോടതി DGയോട് പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഹർജിക്കാരനെ കേൾക്കുകയും ഏപ്രിൽ മാസം 25-ാം തീയതിയിൽ ഒരു ഉത്തരവ് ഇറക്കുകയും ചെയ്തു. എന്നാൽ ഉത്തരവിറക്കി കലണ്ടറിൽ ഉൾപ്പെടുത്താനും തീരുമാനിച്ചു. എന്നാൽ ആ ഉത്തരവിനെതിരെ പിന്നെ കേരള വിദ്യാഭ്യാസ ആക്ടും ചട്ടങ്ങൾക്കും ബാധകമായ സ്കൂളുകളിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച വിദ്യാഭ്യാസ കലണ്ടർ ചോദ്യം ചെയ്തുകൊണ്ട് അധ്യാപക സംഘടനകൾ കേസിന് പോയി.
അത്യാസംഘടന കേസിന് പോയ ശേഷം പോയ അവസരത്തിൽ ഡയറക്ടറുടെ അധികാരത്തെയും ഈ കേസ് ചോദ്യം ചെയ്തു. അപ്പോൾ കോടതി ചോദിച്ചു, ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുന്നതിന് പിന്നെ ഉള്ള ഉത്തരവിടാൻ വേണ്ടി ഈ ഡി ജിക്ക് എന്താ അധികാരം എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2004 ആഗസ്റ്റ് മാസം 1 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വിധിന്യായം പറഞ്ഞു. ആ വിധിന്യായം എന്ന് പറയുന്നത് 2009 വിദ്യാഭ്യാസ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായും ബന്ധപ്പെട്ടവരെ കേട്ടും ഇക്കാര്യത്തിൽ വിദഗ്ധരായവരുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷം മാത്രമേ ഇപ്പോൾ ഉള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ പിന്നെ ഒരു വിധിയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 മെയ് മാസം 25 ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനവും 25 ശനിയാഴ്ചകൾ പ്രവൃത്തിദിനങ്ങളാക്കിയ വിദ്യാഭ്യാസ കലണ്ടറും നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞുള്ള ഉത്തരവ് കോടതി ഇറക്കുന്നതിന് വേണ്ടി തയ്യാറായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2024 ആഗസ്റ്റ് മാസം 1 ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശം അനുസരിച്ച് ഒരു ഉന്നതതല കമ്മിറ്റിയെ ഇത് പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത്. 5 അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതിയെ രൂപീകരിച്ചിരുന്നു. ആ സമിതി നൽകിയിട്ടുള്ള നിർദ്ദേശം കോടതിക്ക് തുല്യമാണ്. കോടതി പറഞ്ഞ അനുസരിച്ചാണല്ലോ. അത് പ്രകാരമാണ് ഇപ്പോൾ കാണുന്ന 15 മിനിറ്റ് രാവിലെയും വൈകുന്നേരം 15 മിനിറ്റും കൂടുതൽ എടുക്കുന്നതിന് വേണ്ടി പിന്നെ പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഇതിൽ നിയമങ്ങളും ചട്ടങ്ങളും നോക്കിയാൽ കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 7 ചട്ടം 3 പ്രകാരം ഓരോ സ്കൂൾ വർഷത്തിലും സാധാരണഗതിയിൽ ചുരുങ്ങിയത് പരീക്ഷാ ദിവസങ്ങൾ കൂടാതെ 220 സാധ്യമായ ദിവസങ്ങൾ ഉണ്ടായിരിക്കണമെന്നും എന്നാലും പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത് ഗുജറാത്തിൽ ഇത് 243 പ്രവൃത്തി ദിവസമാണുള്ളത്. ഗുജറാത്തിൽ. ഉത്തർപ്രദേശിൽ 233 പ്രവൃത്തി ദിവസമാണുള്ളത്. കർണാടകത്തിൽ 244 പ്രവൃത്തി ദിവസമാണുള്ളത്. ആന്ധ്രാപ്രദേശിൽ 233 പ്രവൃത്തി ദിവസമാണുള്ളത്. ഡൽഹിയിൽ 220 എന്നീ പ്രകാരമാണ് പ്രവൃത്തി ദിവസങ്ങളുള്ളത്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ ഈ പങ്കെടുത്ത സംഘടനകളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട്, നിയമങ്ങളുടെ ഭേദഗതിയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെൻറ്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ എടുത്ത തീരുമാനം എന്താ? 15 രാവിലെയും 15 വൈകുന്നേരം അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. അല്ല, നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനമാണല്ലോ. നമ്മൾ ഒരിക്കലും ആരോടും ചർച്ച ചെയ്യില്ലെന്നോ പിന്നെ അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ. അല്ല, കോടതിയിൽ പോകണമെന്നോ